ഇപ്പോൾ പരാതിക്കാരനായ ബെഞ്ചോ നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ മട്ടന്നൂർ തുടരുക. ബെഞ്ചോ, എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന് മണിക്കൂറുകൾക്കകം തന്നെ നടപടി ഉണ്ടായിരിക്കുന്നു. ആശ്വാസകരമായി തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിന്റെ ഒരു വിജയം പോലെ ആയിട്ടാണ് എനിക്കും എന്റെ വൈഫിനും ഫീൽ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം നമുക്ക് പുറത്തു വരേണ്ടത് അത് ആ വീഡിയോയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ബഹുമാനപ്പെട്ട കോടതി വഴിക്ക് നമുക്കത് ലഭിച്ച് അത് നമുക്ക് നിങ്ങളിലൂടെ എത്തിക്കാൻ പറ്റി ജനങ്ങളിലേക്ക്. അതിൽ പ്രകാരം നമുക്ക് അതിനൊരു ആക്ഷൻ കിട്ടിയില്ലെങ്കിൽ വളരെ വളരെ സന്തോഷം. കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ തീരുമാനം? ഇപ്പോൾ ആ മർദ്ദന ദൃശ്യങ്ങളിൽ ഒപ്പം ഉണ്ടായിരുന്നു വനിതാ ഉദ്യോഗസ്ഥ കൂടി ഉണ്ടായിരുന്നല്ലോ. അതെ അതെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇപ്പോഴും അതില് ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആദ്യം ആരോപിച്ചിട്ടുണ്ടായിരുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു, പിന്നെ അതേപോലെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ ആളെ ഉപദ്രവിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ ആള് പറയണത് വലിച്ചെറിയാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പുള്ളി ആക്ട് ചെയ്തതാന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാണ്. ഇന്ന് പുള്ളി ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത് ഇന്ന് പുള്ളിയെ കൊണ്ടുപോയി മെഡിക്കൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അടിച്ചിട്ടാണ് നിൽക്കണമെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ ഇന്റർവ്യൂ ഇപ്പൊ കണ്ടതാണ്. ബെഞ്ചോ, ഭാര്യ അടുത്തുണ്ട്, ഒന്ന് സംസാരിക്കാൻ കഴിയുമോ? ഞാൻ കൊടുക്കാം. എന്തായാലും ഗർഭിണിയായ യുവതിയെ പോലീസ് സ്റ്റേഷനിലെത്തിയ പരാതിക്കാരിയെ മർദ്ദിച്ച കേസിൽ നടപടിയുണ്ടായിരിക്കുന്നു. SHOയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഷൈമോൾ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷൈമോൾ, എന്തായാലും നിങ്ങളുടെ നിയമ പോരാട്ടം അത് ഫലം കണ്ടിരിക്കുകയാണ്. വകുപ്പുതല നടപടി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? ഇത്രയും നാളത്തെ ഞങ്ങളുടെ പോരാട്ടം ഫലം കണ്ടതിന് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഷൈമോൾ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുറച്ചു മുൻപ് EC ഒരു വിശദീകരണമൊക്കെ രംഗത്തെത്തിയിരുന്നു. ഷൈമോൾ അതിക്രമിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറുകയായിരുന്നു, കയ്യിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ വലിച്ചെറിയാൻ ശ്രമിച്ചു, അത്തരത്തിലൊരു നടപടിയിലേക്കൊക്കെ കടന്നപ്പോഴാണ് അദ്ദേഹം പ്രതികരിച്ചതെന്നുള്ളൊരു വിശദീകരണമൊക്കെ അല്പം മുമ്പ് നടത്തിയിരുന്നു. കേട്ടിരുന്നു മാം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തൊട്ടുള്ള എല്ലാ ഫുട്ടേജും നമ്മുടെ കയ്യിലുണ്ട്. അവരുടെ കയ്യിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് അവർക്ക് അന്നേ പുറത്തു വിടായിരുന്നില്ലേ? ഒരു വർഷം മുമ്പേ അവർക്ക് വിടായിരുന്നല്ലോ. ഞാൻ അവിടെ അത്രയും കൈക്കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ വന്ന് ഇത്ര അക്രമം കാട്ടിയിരുന്നെങ്കിൽ അവർക്ക് അന്നേ പുറത്തു വിടായിരുന്നല്ലോ. പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ നോണ. കുഞ്ഞുങ്ങളെ അവിടെ എറിഞ്ഞു കൊല്ലാൻ നോക്കിയിരുന്നു. ഞാൻ അവിടെ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന തൊട്ടുള്ള എല്ലാ തെളിവും അന്തരം അവസാനം വരെ എൻ്റെ കയ്യിലുണ്ട്. അത്. പിന്നെ ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ തെളിവായിട്ട് കാണിക്കുന്നത്. ഷൈമോൾ, ഈ ഒപ്പം ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥ എന്താണ് ചെയ്തത് ആ സമയത്ത്? ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. അവിടെ ഒരാളല്ല ഉണ്ടായിരുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ എന്നെ പിടിച്ച് മുടിക്കുത്തനെ പിടിച്ച് വലിച്ച് എന്റെ മുഖത്ത് അടിക്കുന്നുണ്ട് ഒരാള്. അതെ, അവർക്കെതിരെ നടപടി വേണമെന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? അവർക്കെതിരെ നടപടി വേണം. ഷൈമോൾ, ഇതിപ്പോൾ വകുപ്പുതല നടപടി മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും തുടർ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? അതെ അതെ. പരാതിക്കാരിയായി ഷൈമോൾ ആണ് ഇപ്പോൾ പ്രതികരിച്ചത്.